പങ്കെടുത്ത എല്ലാവർക്കും, രണ്ട് കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി അനുസ്മരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് സുർജിത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നിരവധി ആളുകൾ വേദിയിലുണ്ട്. ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തീരുമാനിച്ചത്. അച്ഛൻ്റെ 6ാം ചരമവാർഷിക ദിനമാണ്. ഓരോ വർഷവും കൂടുതൽ പങ്കാളിത്തം കൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ അനുസ്മരണം നേരത്തെ ഉദ്ഘാടകനും അതുപോലെ തന്നെ നമ്മുടെ രവീന്ദ്ര മാഷൊക്കെ സൂചിപ്പിച്ച പോലെ ഓരോ അനുസ്മരണങ്ങളും പുതുതലമുറകൾക്കുള്ള പുതിയ ആഹ്വാനങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന കടമകളുടെയും ഉത്തരവാദിത്വ നിർവഹണത്തിൻ്റെയും പോരാട്ടമുഖങ്ങളായി മാറട്ടെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു കുടുംബം, പാർട്ടി കുടുംബം എന്ന രീതിയിലേക്ക് എത്തിച്ചു കൊണ്ടുവരുന്നതിന് അച്ഛൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെ, അച്ഛനത് ബോധപൂർവമല്ലെങ്കിലും എന്നാൽ ബോധപൂർവത്തോടു കൂടി ഞങ്ങൾക്കെല്ലാവർക്കും ഈ സംഘടനയുമായി പ്രവർത്തിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് അച്ഛൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് വഴികാട്ടിയായിട്ടുണ്ട്. 5 സഹോദരിമാരുണ്ടെങ്കിലും അവരുടെ എല്ലാവരുടെയും വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ സാധാരണ നിലയ്ക്ക് ജാതകം നോക്കുന്ന കാര്യം അച്ഛനെ സംബന്ധിച്ചിടത്തോളം ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ കഴിക്കാൻ വരുന്ന ചെക്കൻ്റെ വീട്ടുകാർ പാർട്ടിയുമായി ബന്ധമുണ്ടെന്നാണ്. അതാണ് അച്ഛൻ്റെ ജാതകം. അത് മാത്രം നോക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തൻ്റെ മക്കൾ ഇവിടെ നിന്ന് പോയാലും ഈ പാർട്ടിയുടെ ഒപ്പം കല്യാണം കഴിച്ചു കൊടുത്ത സ്ഥലത്തും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്ന ഒരു ഉത്തമ വിശ്വാസത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അച്ഛൻ്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാഭിമാനത്തോടു കൂടി തന്നെ പറയാൻ കഴിയും, ഞങ്ങൾ 8 മക്കളും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ജീവിക്കുന്നത്. 8 മക്കൾ മാത്രമല്ല, ആ 8 മക്കളുടെയും 5 മരുമക്കളും ഞങ്ങളുടെ ചേട്ടന്മാരുടെയും കുടുംബക്കാരടക്കം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു കുടുംബം എന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടുപോകാൻ അച്ഛന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ സമൂഹത്തിലും അച്ഛൻ്റെ പ്രവർത്തനം ആ നിലയ്ക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛൻ്റെ ഒരു വാർഷിക പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കാൻ, ഇപ്പോൾ ഇവിടെ വന്നുള്ള ആളുകൾ മുഴുവനും പാർട്ടിക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും. എത്ര സമയം വേണമെങ്കിലും അതിന് ചെലവഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ചന്ദ്രശേഖരേട്ടൻ സൂചിപ്പിച്ചു. ചന്ദ്രശേഖരൻ്റെ ജീവിതത്തിലെ, എൻ്റെ ജീവിതത്തിലും ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരനുഭവം, അച്ഛനുമൊത്ത് ഒരു ജില്ലാ സമ്മേളനത്തിൽ, അച്ഛനും മകനും പ്രതിനിധിയായി ഒരു ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അന്ന് കൊടുങ്ങല്ലൂരിൽ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിലാണ് ചന്ദ്രശേഖരേട്ടൻ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അന്ന് ക്രെഡൻഷ്യൽ ഫോറം പൂരിപ്പിച്ചു കൊടുക്കുമ്പോൾ, ക്രെഡൻഷ്യൽ ഫോറം ഓരോ പ്രതിനിധികളും പൂരിപ്പിച്ചു കൊടുക്കും. ക്രെഡൻഷ്യൽ ഫോറം പൂരിപ്പിച്ച് അത് വായിക്കുക എന്നൊരു ഉത്തരവാദിത്തമുണ്ട് ക്രെഡൻഷ്യൽ കമ്മിറ്റിക്ക്. അന്ന് ആ ക്രെഡൻഷ്യൽ ഫോറം പൂരിപ്പിച്ച് അത് വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രെഡൻഷ്യൽ ഫോറത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും 2 ചോദ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, പിന്നെ ഗുണ്ട പോലീസ് മർദ്ദനം ഏറ്റത്. അത് ആ അനുഭവം ക്രെഡൻഷ്യൽ കമ്മിറ്റി സമ്മേളന നഗരിക്ക് മുമ്പാകെ പറയും. അന്ന് ഏറ്റവും കൂടുതൽ ജയിൽവാസം അനുഭവിച്ച 2 വ്യക്തികൾ എന്ന രീതിയിൽ ആ സമ്മേളനത്തിൽ പേരെടുത്ത് പറഞ്ഞത്, ഒന്ന് ജോഷിയേട്ടൻ്റെയും
മറ്റൊന്ന് അച്ഛൻ്റെയുമാണ്. ആ രണ്ട് പ്രതിനിധികൾക്കും അവിടെ ആ സമ്മേളനം വലിയ കയ്യടികളോടുകൂടിയാണ്. ജോഷിയേട്ടൻ എന്ന് പറഞ്ഞാൽ ജോഷിയേട്ടന് വിളിപ്പേരാണ്, സോറി, ചന്ദ്രശേഖരേട്ടനും അച്ഛനുമാണ്. ചന്ദ്രശേഖരേട്ടനൊക്കെ എന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം, ഈ പതാക ഉയർത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വലത് കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ആയിരുന്നു. ഇപ്പോഴാണ് അത്യാവശ്യം പ്രവർത്തനങ്ങളൊക്കെ കുറേശ്ശെയായിട്ട് വരുന്നത്. വലിയ രീതിയിൽ RSS ഗുണ്ടാമർദ്ദനം ഏറ്റ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ചന്ദ്രശേഖരേട്ടൻ. ആ നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തമാകുന്ന രീതിയിലേക്ക് രണ്ട് മേഖലയിലെ ത്യാഗനിർഭരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത രണ്ട് വ്യക്തികൾ തന്നെയാണ് അച്ഛനായാലും ചന്ദ്രശേഖരേട്ടനായാലും. ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ ഔപചാരികമായി ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യായ നമ്മുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ചന്ദ്രശേഖരേട്ടന് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ നന്ദി സംഘാടക സമിതിക്ക് വേണ്ടി അറിയിക്കുകയാണ്. രവീന്ദ്രൻ മാഷ് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു പക്ഷേ അച്ഛനൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാണ്. മാമുട്ടിയേട്ടൻ മരിച്ച് മാമുട്ടിയേട്ടനെ കാണാൻ ഞാൻ അച്ഛനെയും കൊണ്ട് പോകുമ്പോഴാണ് രവീന്ദ്രൻ മാഷും അച്ഛനും മാമുട്ടിയേട്ടനെ എൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഒരുപാട് നേരം അന്ന് പിറ്റേ ദിവസത്തെ പത്രത്തിൽ വന്ന ഫോട്ടോയിൽ രവീന്ദ്രൻ മാഷുടെയും അച്ഛൻ്റെയും ഫോട്ടോ, മാമുട്ടിയേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്ന ദേശാമാലിൻ്റെ ഫോട്ടോയിൽ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്, രവീന്ദ്രൻ മാഷുടെ ഫോട്ടോ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഓർമ്മയിൽ തെളിഞ്ഞ് വരികയാണ്. തീർച്ചയായും എനിക്കറിയാം, മാഷ് ഒരുപാട് ദിവസമായി എൻ്റെ വീട്ടിൽ വരുന്നു. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അമ്മയ്ക്ക് ശരിക്കും മാഷയുടെ ഓരോ ചലനങ്ങൾ പോലും അമ്മയുടെ മനസ്സിലേക്ക് കയറി ചെല്ലുകയാണ്. കഴിഞ്ഞ ദിവസം മാഷ് മുല്ലശ്ശേരിക്ക് പോകാൻ വേണ്ടി ഈ വഴിക്ക് വന്നപ്പോൾ മാഷ് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് ഇറങ്ങണ്ട. അപ്പോൾ ഞാനും അമ്മയും പഠിക്കുമെന്ന് നിൽക്കുകയാണ്. അങ്ങനെ മാഷോട് ചിരിച്ച് യാത്ര പറഞ്ഞ് മാഷ് മുല്ലശ്ശേരിക്ക് പോയപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, എന്തൊരു ക്ഷീണടാ മാഷക്ക് വല്ല പ്രയാസമുണ്ടോ തിരഞ്ഞെടുപ്പിൽ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രയാസമില്ല അമ്മ, അത് ഈ യാത്ര ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ്. അല്ല, ഭയങ്കര മുന്നു വന്നേക്കാളൊക്കെ ഭയങ്കര മുഖത്ത് എന്തോ പ്രയാസം തോന്നുന്നു. കാരണം അത് ഈ കുടുംബത്തിൻ്റെ മാഷ ആദ്യം ഈ മണലൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ ആദ്യം വന്നത് ഇവിടെ തന്നെയാണ്. അന്നും നിറകണ്ണുകളോട് കൂടി തന്നെയാണ് അമ്മ മാഷെ സ്വീകരിച്ചത്. ആ നിറകണ്ണുകളോട് കൂടി മാഷെ സ്വീകരിക്കുന്നത് അച്ഛനില്ലല്ലോ എന്ന ആ ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും നമുക്ക് ഏപ്രിൽ 4-ാം തീയതി തീർച്ചയായും നമുക്കനുകൂലം, മെയ് 4-ാം തീയതി തീർച്ചയായും നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു അനുഭവം തന്നെയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി മാഷ് ഈ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത മാഷ് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. കൂടാതെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സുബിദാസ്, പ്രഭാത്, സജീന്ദ്രൻ, അതുപോലെ തന്നെ ചാക്കോ, കർഷക സംഘത്തിൻ്റെ നേതാവും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള KP ആലിക്ക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ്, അരവിന്ദേട്ടൻ തുടങ്ങി മുഴുവൻ ആളുകളും, ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ബാബു, ഞങ്ങളുടെ കുടുംബക്കാരൻ കൂടിയാണ് ഷിബുമാഷ്, ലോക്കൽ സെക്രട്ടറി, അന്തിക്കാട് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ഷിബുമാഷ് അടക്കമുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം അച്ഛൻ്റെ ഈ അനുസ്മരണ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഈ സംഘാടക സമിതി ചേർന്നതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം മുതൽ ഇത് വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘാടക സമിതി അംഗങ്ങളുണ്ട്. സംഘാടക സമിതി അംഗങ്ങളെന്ന് വെറും വാക്കിൽ പറഞ്ഞാൽ പോരാ. എൻ്റെ കൺവീനറായിട്ടുള്ള ഷാജിയും മനോജും അടക്കമുള്ള ആളുകൾ,
ഇത് ഇത്രയും നല്ല വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിൻ്റെ പുറകിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൺവീനറായിട്ടുള്ള ഷാജിക്കും അതുപോലെ ചെയർമാൻ മനോജിനും മറ്റ് സംഘാടക സമിതി അംഗങ്ങൾക്കും ഒപ്പം നേരത്തെ ഷാജി ഇവിടെ സൂചിപ്പിച്ചതാണ്, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്ന് മണലൂരുള്ള ഗ്രാമസംഘം അതുപോലെ അച്ഛൻ്റെ പേരിൽ ഒരു ആദരസമിതി രൂപീകരിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അത് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാർ ഉണ്ട്, അവർക്കെല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ആദരവ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു കുറവ് തന്നെയാണ്. എന്നിരുന്നാലും ആ കുറവ് പരിഹരിക്കാൻ മണലൂരിലെ ഗ്രാമസംഘത്തിനും ആദരസമിതിക്കും സാധിച്ചിട്ടുണ്ട്. അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് അച്ഛനെക്കുറിച്ചുള്ളൊരു ഡോക്യുമെൻ്ററി മർദ്ദകരെ നിങ്ങൾ വിജയിക്കില്ല എന്ന ആ ഡോക്യുമെൻ്ററി വളരെ നല്ല രീതിയിൽ തന്നെ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഡോക്യുമെൻ്ററി സംവിധാനം ചെയ്ത ചാക്കോടി അന്തിക്കാട്. അതോടൊപ്പം തന്നെ അതിലേക്ക് ഗാനം രചിച്ചതും നമ്മുടെ രാവുണ്ണിയേട്ടനും ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനുമാണ്. ആ ഗാനങ്ങൾ രചിച്ചതും ആലപിച്ചത് പ്രശസ്തനായ സംഗീത സംവിധായകൻ വിദ്യാധരൻ മാഷാണ്. അങ്ങനെ നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു ആ ഡോക്യുമെൻ്ററിക്ക് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് പ്രത്യേകിച്ചും ചാക്കോ മാഷിക്ക് കഴിഞ്ഞ ഈ 6 വർഷക്കാലം ഈ അച്ഛൻ്റെ ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏറ്റവും ആദ്യം എൻ്റെ വീട്ടിലേക്ക് എത്തുന്നത് ചാക്കോ മാഷാണ്. ആദ്യം അച്ഛൻ വീട്ടിലേക്ക് എത്തിച്ചേരുക മാഷാണ്. മാത്രമല്ല അതിൻ്റെ തുടക്കം മുതലേ തന്നെ എല്ലാ ഗ്രൂപ്പുകളിലും ആ ഡോക്യുമെൻ്ററിയും ആ 2 ഗാനങ്ങളും എത്തിക്കുന്ന കാര്യത്തിലും ചാക്കോ മാഷ് ഞങ്ങളെക്കാൾ എല്ലാവരേക്കാളും മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാഷ് ആ കാര്യങ്ങൾ ചെയ്യാറ്. ചാക്കോ മാഷക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ മാധ്യമപ്രവർത്തകർ, നമ്മുടെ പ്രാദേശിക മാധ്യമപ്രവർത്തകർ കുറച്ച് സമയമായിട്ട് ഇവിടെയുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും മാധ്യമപ്രവർത്തകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛനെ സ്നേഹിക്കുന്ന കുറേ നല്ല ആളുകളുണ്ട്. കാഞ്ഞാണിയിൽ നിന്ന് നാരായണേട്ടനടക്കമുള്ള ദാസേട്ടനടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് എല്ലാവരും പേരെടുത്ത് പറയല്ല. നാരായണേട്ടനടക്കമുള്ള ആളുകൾ അച്ഛനെയൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളാണ്. കാളിയറമ്പിലെ നാരായണേട്ടൻ. അപ്പോൾ അവരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ കേട്ടറിഞ്ഞ് എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടിയിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇനി ആരെയും പേര് വിട്ടുപോയിട്ടില്ല എന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ അനുസ്മരണ പരിപാടി പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.